പല ടൈപ്പ് വെയിലിൻ്റെ സ്പീഷീസ്, ഇപ്പോൾ ഹംബാക്ക് വെയിൽസ്, അതുപോലെ തന്നെ കില്ലർ വെയിൽസ്, ഇതെല്ലാം ഈ ഒരു ത്രോംസോയുടെ ഫ്യോർഡ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ വിൻ്റർ സമയത്ത് നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് വെയിൽ മൈഗ്രേഷനാണ്. വിൻ്റർ സമയം, അതായത് നവംബർ, ഡിസംബർ, ഏകദേശം ആ ഒരു സമയത്ത് ഈ ത്രോംസോയിലുള്ള ഫ്യോർഡ്സിൽ ഈ ഹെറിങ്സ് എന്ന് പറയുന്ന മീനിൻ്റെ ഗ്രൂപ്പുകൾ വരും. അതിന് വരാൻ കാരണം എന്ന് വെച്ചാൽ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചറും മിനറൽ റിച്ച് വാട്ടറും അവിടെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു സമയത്ത് ഈ ഹെറിങ്സ് എന്ന് പറയുന്ന മീനിൻ്റെ ഗ്രൂപ്പുകൾ വരുന്നത്. ഈ മീൻ എന്ന് പറയുന്നത് വെയിലിൻ്റെ ഫുഡാണ്, വെയിലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ്. സോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സൗത്തിൽ നിന്നും പല ടൈപ്പ് വെയിലിൻ്റെ സ്പീഷീസ്, ഇപ്പോൾ ഹംബാക്ക് വെയിൽസ്, അതുപോലെ തന്നെ കില്ലർ വെയിൽസ്, ഇതെല്ലാം സൗത്തിൽ നിന്നും നോർത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഈ ഒരു ത്രോംസോയുടെ ഫ്യോർഡ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെയിൽസ്, ഹെറിങ്സ് എന്ന് പറയുന്ന മീനിനെ ഗ്രൂപ്പായിട്ട് പിടിക്കുന്നത്, അതിനെ കഴിക്കുന്നത്, അതിനെ ഹണ്ട് ചെയ്യുന്നത് ബബിൾ നെറ്റിംഗ് എന്ന് പറയുന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. ബബിൾ നെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാക്റ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവാണ്. ഇത് ശരിക്കും കാണാൻ നല്ല രസമാണ്. ഈ വെയിൽ മുകളിൽ സർഫസിൽ വന്നിട്ട് എയർ എടുത്തുകൊണ്ട് ഒരുപാട് ഡീപ്പായിട്ട് പോയിട്ട് ഒരു ഗ്രൂപ്പ് വെയിൽസ് കോർഡിനേറ്റ് ചെയ്ത് ഒരു സർക്കിളിൽ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ബബിൾസ് ഉണ്ടാക്കിയിട്ട് ഈ ഗ്രൂപ്പ് മീനുകളെ മുകളിൽ കൊണ്ടുവരും, സർഫസിൽ കൊണ്ടുവരും. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ആ ഒരു സർക്കിളിനകത്ത് സർഫസിൽ വെച്ചിട്ടാണ് ഇതിനെ തിന്നുന്നത്. അപ്പോൾ ഇത് മുകളിൽ വന്ന് സർഫസിൽ നിന്നും മുകളിൽ പൊങ്ങി, വെള്ളത്തിന് മുകളിൽ പൊങ്ങി ഇതിനെ കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കുറേ നേരമായിട്ട് പറയുന്നല്ലോ ഫ്യോർഡ്സ് എന്ന്. എന്താണ് ഈ ഫ്യോർഡ്സ് എന്ന് പറയുന്നത്? കരയിലേക്ക് കടൽ കയറി കിടക്കുന്ന, നല്ല ഡീപ്പായിട്ടുള്ള കടൽ കയറി കിടക്കുന്ന ആ ഒരു സ്ട്രെച്ചസിനെയാണ് ഫ്യോർഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ആർട്ടിക് സർക്കിളിൽ പോവുകയാണെങ്കിൽ, മുകളിലോട്ട് പോവുകയാണെങ്കിൽ, നോർത്തിലോട്ട് പോവുകയാണെങ്കിൽ നോർത്തേൺ റീജിയനിൽ, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ റീജിയൻസിൽ ഒരുപാട് ഫ്യോർഡ്സ് കാണാൻ പറ്റും. ഈ ഫ്യോർഡ്സിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് മഞ്ഞ് നിറഞ്ഞ മൗണ്ടൻസ് കാണാൻ പറ്റും. പക്ഷേ ആ ഒരു കടലെന്ന് പറയുന്നത്, നമ്മൾ പോകുന്ന ആ ഒരു വാട്ടർ ബോഡി ഭയങ്കര ഡീപ്പാണ്, അതുപോലെ തന്നെ നല്ല തണുപ്പുമാണ്. സാധാരണ ത്രോംസോ നഗരവുമായി ചേർന്ന് കിടക്കുന്ന കടലിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് തിമിംഗലങ്ങളെ കാണാൻ സാധിക്കില്ല. അതിനുവേണ്ടി ഉൾക്കടലിലേക്ക് ഏകദേശം 4-5 മണിക്കൂർ ബോട്ടിൽ സഞ്ചരിച്ച് ഉൾക്കടലിലെത്തിയാൽ മാത്രമേ നമുക്ക് ഈ വെയിലിനെ കാണാൻ സാധിക്കൂ. അപ്പോൾ ത്രോംസോ സിറ്റിയിൽ നിന്ന് തന്നെ ഈ വെയിൽ വാച്ചിങ്ങിന് കൊണ്ടുപോകുന്ന ഒരുപാട് ടൂർ കമ്പനീസ് ഉണ്ട്. ഞങ്ങളതിൽ ബ്രിം എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കോൺടാക്ട് ചെയ്തത്. അവരുടെ ഷിപ്പിലാണ് ഞങ്ങൾ ഈ ഒരു വെയിൽ വാച്ചിങ്ങിന് പോയത്. മൊത്തം ടൂറിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വെയിൽ വാച്ചിങ് ട്രിപ്പ് തുടങ്ങിയത് ഏകദേശം ഒരു 8:15 സമയത്തായിരുന്നു രാവിലെ. ആ സമയം അവിടെ സൂര്യൻ ഉദിച്ചിട്ടില്ല. ടെമ്പറേച്ചർ ഏകദേശം -7 പിന്നെ നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ മാത്രമായിരുന്നില്ല, ഒരുപാട് പേര് അടങ്ങുന്ന ഒരു ഏകദേശം ഒരു 100 പേര്, 100-120 പേര് ആ ഒരു ഷിപ്പിലുണ്ടായിരുന്നു. അതെ. ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ഒരിക്കലും 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല വെയിലിനെ കാണാൻ പറ്റുമെന്ന്. 100% ഉറപ്പ് ഒരിക്കലും അവർ തരത്തില്ല. കാരണം ഇതൊരു വൈൽഡ് അനിമലാണ്. അതിൻ്റെ ബിഹേവിയറും ബാക്കി കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമ്മൾ ബേസിക്കലി പ്രോബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇന്ന സ്ഥലത്ത് ഇന്ന വെയിൽ കാണാൻ ചാൻസ് ഉണ്ട്, മുന്നത്തെ ദിവസം ചിലപ്പോൾ അവിടെ സൈറ്റിങ്സ് ഉണ്ടായിരുന്നായിരിക്കാം, അതുകൊണ്ട് അവിടെ കാണാൻ പ്രോബിലിറ്റി കൂടുതലാണ് എന്നുള്ള ആ ഒരു ബേസിലാണ് നമ്മൾ പോകുന്നത്. ഒരിക്കലും 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഒരു കമ്പനിക്കാരും അങ്ങനെ പറയത്തില്ല. ഞങ്ങളുടെ യാത്ര തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഉൾക്കടലിലേക്ക് എത്തി. അപ്പോൾ മഞ്ഞുമലകൾക്കിടയിലൂടെ ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചറും ഉൾക്കടലെത്തുന്ന സമയത്ത് നല്ല രീതിയിൽ കാറ്റ് വരും. ആ കാറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ആ ഫീൽഡ് ടെമ്പറേച്ചർ നല്ല രീതിയിൽ കുറയും. നമ്മുടെ സിറ്റിയിലുള്ള ടെമ്പറേച്ചർ ഇവിടെ ഉള്ള ടെമ്പറേച്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 7-8 ഡിഗ്രി കുറവായിരുന്നു. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത്, കാറ്റൊക്കെ ഉള്ള സമയത്ത് ഇവിടുത്തെ ടെമ്പറേച്ചർ, കടലിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം -27 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു ലോ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ നമുക്ക് അതിജീവിക്കണമെങ്കിൽ, പുറത്തിറങ്ങി വെയിലിനെയൊക്കെ കാണാനും ആ ഒരു മഞ്ഞ് വീഴ്ച അനുഭവിക്കാനും ആ ഒരു കാറ്റും തണുപ്പും ഒക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം. അതായത് വസ്ത്രങ്ങൾ വിൻ്ററിൽ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന പോലെ ലെയർ ബൈ ലെയർ ആയിട്ട് ഡ്രസ്സ് ചെയ്യണം. ഗ്ലൗസ്, അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗ്ലൗസ്, പിന്നെ തൊപ്പി, സ്കാർഫ്, ഷൂസ്, അതായത് വിൻ്റർ ബൂട്ട്സ്, അതിനനുസരിച്ചുള്ള സോക്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആ ഒരു തണുപ്പത്ത് നമുക്ക് പുറത്തിറങ്ങി ആ റിയൽ എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ.
സോ നമ്മുടെ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വിൻ്റർ പ്രിപ്പറേഷൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് സോ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. പിന്നെ ബോട്ടിനകത്ത് തന്നെ നമുക്ക് കോഫി, അതുപോലെ തന്നെ ഒരുപാട് സ്നാക്സ്, ചിപ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതിനകത്ത് തന്നെ ഒരു ബാറുണ്ട്. സോ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇതെല്ലാം വാങ്ങിക്കാൻ പറ്റും. ഞങ്ങൾ ഏകദേശം ഒരു 12:30 1 മണി സമയമായപ്പോഴേക്കും ഉൾക്കടലിലെത്തി. അതായത് അവർ വെയിലിനെ സ്പോട്ട് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലത്തെത്തി. ഒരുപാട് തിരകളുണ്ടായിരുന്നു. അതുപോലെ ബോട്ട് നന്നായിട്ട് ആ തിരയിൽ ഉലയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ബോട്ടിനകത്തായിരുന്നു. അപ്പോൾ ആ സമയം അവിടെ ഉണ്ടായിരുന്ന ടേബിളിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തറയിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ക്യാപ്റ്റൻ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഇത് സാധാരണമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. നന്നായിട്ട് എവിടെയാണോ നിൽക്കുന്നത്, എവിടെയാണോ ഇരിക്കുന്നത്, നന്നായി പിടിച്ചിരിക്കുക. ഇത്ര മാത്രമാണ് അവർ പറഞ്ഞത്. യാതൊരു കുഴപ്പമില്ല, എല്ലാം നോർമലാകും ഉടനെ തന്നെ എന്നൊരു ഉറപ്പും അവർ ഞങ്ങൾക്ക് തന്നു. പക്ഷേ അപ്പോഴും ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബോട്ട് നല്ല രീതിയിൽ ആടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഈ സീ സിക്നസ് വരുന്നുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് കൊച്ചു കുട്ടികളും വലിയ ആൾക്കാരും, ഒരു പട്ടിയും ഉണ്ടായിരുന്നു, ഒരു വലിയൊരു പട്ടിയും ഉണ്ടായിരുന്നു, നല്ല ഫറൊക്കെ ഉള്ള ഒരു പട്ടിയും ഉണ്ടായിരുന്നു. സോ ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർക്ക് സീ സിക്നസ് വന്നു തുടങ്ങി. അപ്പോൾ ഈ ബോട്ടിൽ വർക്ക് ചെയ്യുന്ന ക്രൂ മെമ്പേഴ്സ് തന്നെ എല്ലായിടത്തും വന്നിട്ട് സിക്നസ് ബാഗും അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻ വേണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരും നല്ല കാര്യമായിരുന്നു. ഇങ്ങനൊരു സീ സിക്നസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിനകത്തിരിക്കുന്ന സമയത്ത് സാധാരണ ബോട്ടിനകത്തുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കാറില്ല. ചിലപ്പോൾ നമ്മൾ മൊബൈലിനകത്ത് നോക്കും, ചിലപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള സീറ്റ് നോക്കും, അല്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരെ നോക്കും. സോ നമ്മളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വിത്ത് റെസ്പെക്ട് ടു അസ് ആ ഒരു ബോട്ട് അല്ലെങ്കിൽ ബോട്ടിനകത്തുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ചെവി എന്ന് പറയുന്ന വേറൊരു സെൻസറാണ്. സോ നമ്മുടെ ചെവി എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു അവയവം കൂടെയാണ്. സോ ബോട്ട് നല്ല രീതിയിൽ ആടുന്ന സമയത്ത് നമ്മുടെ ചെവി, ആ ഒരു ഗ്രാവിറ്റി ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിക്ക് അത് മനസ്സിലാവും. സോ നമ്മുടെ ചെവിയിൽ നിന്ന് വരുന്ന ഇൻപുട്ടും നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഇൻപുട്ടും ബ്രെയിനിൽ വരുന്ന സമയത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. സോ ഇങ്ങനെ ഈ രണ്ട് സിഗ്നൽസ് നമ്മുടെ ബ്രെയിനിൽ വന്ന് കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഡിസിനസ്, നോസിയ എല്ലാം ഫീൽ ചെയ്യുന്നത്. സോ ഈ ഒരു സമയത്ത് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് വരാതിരിക്കാൻ വേണ്ടി നമ്മളടുത്ത് ഹൊറൈസണിൽ നോക്കിയിരിക്കാനാണ് പറയുന്നത്. സോ നമ്മുടെ ബോട്ടിനകത്താണെങ്കിലും ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡ് മൊത്തം ഗ്ലാസ്സാണ്. അപ്പം ഗ്ലാസ്സിനകത്ത് നിന്ന് ഹൊറൈസണിൽ നോക്കിയിരിക്കുന്ന സമയത്ത് വലിയ പ്രശ്നം വരത്തില്ല. അല്ലെങ്കിൽ ചെയ്യാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് ആ ഒരു കോൺഫ്ലിക്റ്റിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ബോട്ട് ആടി ഉലയുന്ന സമയത്ത് നമുക്കും ചെറുതായിട്ട് സീ സിക്നസ് വന്നായിരുന്നു. പക്ഷേ വലിയ പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ ബോട്ടിന് പുറത്തിറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല ആശ്വാസമായിരുന്നു. തണുപ്പുണ്ട്, എന്നാലും അത്യാവശ്യം നല്ല ആശ്വാസമായിരുന്നു. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് വലിയ തണുപ്പിൻ്റെ പ്രശ്നം ഇല്ലായിരുന്നു. സോ ഈ വെയിലിനെ സ്പോട്ട് ചെയ്യുന്ന സ്ഥലം ആവാറായപ്പോഴത്തേക്കും ക്രൂ മെമ്പേഴ്സ് ബോട്ടിനകത്തുള്ള നമുക്ക് ഒരു അനൗൺസ്മെൻറ്റ് തന്നായിരുന്നു. ഈ വെയിലിനെ സ്പോട്ട് ചെയ്യുന്നത് ക്ലോക്ക് പൊസിഷൻ സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ ഒരു ക്ലോക്കിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും സൂചി ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത്, ഓരോ മണിക്കൂറിൽ സൂചി ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത്, അതുപോലെ ആയിരിക്കും നമുക്ക് പൊസിഷൻ അവർ അനൗൺസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12 o'clock എന്ന് പറയുന്ന സമയത്ത് ഈ സൂചി നേരെ ഫോർവേഡ് ആയിരിക്കും, അല്ലെ നേരെ മുകളിലോട്ടായിരിക്കും. സോ 12 ബോട്ടിനകത്തിരിക്കുന്ന സമയത്ത് 12 o'clock ഒരു വെയിൽ സ്പോട്ട് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ ബോട്ടിൻ്റെ സ്ട്രെയിറ്റ് അഹെഡ് ഒരു വെയിലുണ്ടെന്നാണ്, ഒരു വെയിലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. 3 o'clock എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും സൂചി പോയിന്റ് ചെയ്യുന്നത്, അല്ല ക്ലോക്കിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും സൂചി പോയിന്റ് ചെയ്യുന്നത്. സോ 3 o'clock ഒരു വെയിൽ സ്പോട്ട് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ബോട്ടിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും. അതുപോലെ 9 o'clock എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ, അതുപോലെ 6 o'clock എന്ന് പറയുന്നത് നേരെ ബാക്ക് സൈഡിൽ. ഇതിനിടയ്ക്കുള്ള മണിക്കൂറിൻ്റെ വാല്യൂ, അതായത് 1, 2, അതുപോലെ കഴിഞ്ഞ് 3 കഴിഞ്ഞിട്ട് 4, 5, അതുപോലെ 6 കഴിഞ്ഞിട്ട് 7, 8, അതുപോലെ 9 കഴിഞ്ഞിട്ട് 10, 11, ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇതിനിടയ്ക്കുള്ള പൊസിഷൻസ് നമുക്ക് സ്പോട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ബോട്ടിലിരിക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിങ് സിസ്റ്റം വെച്ചിട്ടായിരിക്കും നമ്മൾ വെയിൽസിനെ സ്പോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വെയിലുകൾ നമുക്ക് എങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റും? കടലിനകത്ത് കിടക്കുന്ന വെയിലുകൾ നമുക്ക് എങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന ബോട്ടുകൾ സോണാർ യൂസ് ചെയ്തിട്ടില്ല. കാരണം സോണാറിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആ ഒരു സൗണ്ട് വേവ്സ് വെയിൽസിന് അതൊരു ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് സോണാർ യൂസ് ചെയ്യത്തില്ല. പകരം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സർഫസിൽ കാണുന്ന ഓരോ സൈൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ ട്രാക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വെയിൽസ് മുകളിൽ വന്നിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. അതിൻ്റെ നോസ് ഏകദേശം മുകളിലായിട്ടാണ് വരുന്നത്, അതിൻ്റെ സർഫസിലായിട്ടാണ് വരുന്നത്. സോ സർഫസിൽ വന്ന് എയർ എക്സ്പെൽ ചെയ്യുന്ന സമയത്ത് അതൊരു പുക പോലെ നമുക്ക് കാണാൻ പറ്റും. സോ അത് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ബബിൾ നെറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, അത് മുകളിൽ വന്ന് സർഫസിൽ വന്നിട്ടാണ് ഈ മീൻ പിടിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. ഈ ഹെറിങ്സ് മീൻ മുകളിൽ സർഫസിൽ വരുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് പിടിക്കാൻ വേണ്ടി ഒരുപാട് സീഗൾസ് ഇതിൻ്റെ മുകളിലായിട്ട് വട്ടമിട്ട് പറക്കും. സോ ഇങ്ങനെ വട്ടമിട്ട് കൂട്ടത്തോടെ പറക്കുന്ന സീകളും ഇതിൻ്റെ ഒരു സൈനാണ്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വെയിൽസിൻ്റെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്യുന്നത്.
സോ കുറച്ചുകൂടെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഇവർ ഓരോ വാല്യൂ പറയാൻ തുടങ്ങി, ഓരോ പൊസിഷൻസ് പറയാൻ തുടങ്ങി. നമ്മൾ ബോട്ടിനെ പുറത്തിറങ്ങി വെയിലിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ ഈ ഒരു ട്രിപ്പിൽ മെയിനായിട്ട് കണ്ടത് കില്ലർ വെയിൽ അല്ലെങ്കിൽ ഓർക്ക എന്ന് പറയുന്ന ഒരു വെയിലിൻ്റെ സ്പീഷീസിനെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഈ ഒരു വെയിൽ അധികം നേരം വെള്ളത്തിന് മുകളിൽ വന്ന് നിൽക്കത്തില്ല. ജസ്റ്റ് കൂടിപ്പോയ ഒരു 3 അല്ലെങ്കിൽ 4 സെക്കൻഡ്സ് മാത്രമേ ഇത് മുകളിൽ വന്നിട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറയിൽ എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വളരെ കുറച്ച് വീഡിയോ ക്ലിപ്സ് മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റിയുള്ളൂ. കാരണം ഇത് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് പൊങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും ഈ വീഡിയോയിൽ എടുക്കാതെ കഴിയുന്നത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രയത്നത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിലധികം ഓർക്കകളെ കണ്ടു. വളരെ ഭംഗിയായിരുന്നു അത് കാണാനും, വളരെ രസകരമായിരുന്നു ആ നിമിഷമൊക്കെ. നല്ല തണുപ്പും കാറ്റും മഞ്ഞും ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി എല്ലാവരും ഒരേ സമയം ബോട്ടിന് പുറത്തിറങ്ങി ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഒരുപാട് നേരം ഞങ്ങൾ അങ്ങനെ നിന്നു. പിന്നെയും ബോട്ട് അതിൻ്റെ അധികൃതർ മുന്നോട്ട് നമുക്ക് ഇവയെ കാണാൻ സാധ്യതയുള്ള സ്ഥലത്തോട്ട് പോകാനായിട്ട് ഒരുങ്ങി. പക്ഷേ അപ്പോഴേക്കും മൂടൽമഞ്ഞ് വന്നു തുടങ്ങി. പിന്നെ ഇനി കൂടുതൽ നേരം നിന്നിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും തിരിച്ച് നമുക്ക് ത്രോംസോയിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ത്രോംസോയിലേക്ക് മടങ്ങി. ഈ മൂടൽമഞ്ഞ് വന്നാലുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറയും. അതുപോലെ തന്നെ സാധാരണ മൂടൽമഞ്ഞിൻ്റെ കൂട്ടത്തിൽ തന്നെ കാറ്റും അതുപോലെ തന്നെ തിരയും ഭയങ്കരമായിട്ട് റഫായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റിയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ക്യാപ്റ്റൻ ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്. സോ അങ്ങനെ സിറ്റുവേഷൻ വേഴ്സായി തുടങ്ങിയപ്പോഴത്തേക്കും തിരിച്ച് ത്രോംസോ സിറ്റിയിലേക്ക് പോകാൻ തുടങ്ങി. ഏകദേശം ഒരു 4.5 മണിക്കൂർ യാത്ര പിന്നെയും ഉണ്ടായിരുന്നു. സോ ഓവറോൾ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ത്രോംസോയിൽ പോവുകയാണെങ്കിൽ ഇത്തരം ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഒരു വെയിൽ വാച്ചിങ്ങിന് പോകേണ്ടതാണ്. അത് അത്രയധികം നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ അത്രയധികം സുഖകരമാണ് എന്ന് പറയാൻ സാധിക്കില്ല. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. കാരണം നമ്മളിങ്ങനെ പ്രകൃതിയാണ് ചേസ് ചെയ്ത് പോകുന്നത്. ആ ഒരു തിമിംഗലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിന് വന്ന് നിൽക്കുന്നവരല്ല. അപ്പോൾ അത്രയും ഒരു കാണുമോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു നല്ലൊരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. അതെ, ഇൻ കേസ് വെയിലിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് കാണുന്ന ആ ഫ്യോർഡ്സ്, ആ ഒരു മൗണ്ടൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു സൂര്യപ്രകാശം, ആകാശത്ത് കാണുന്ന ആ ഒരു കളേഴ്സും ബാക്കി കാര്യങ്ങളെല്ലാം ശരിക്കും ഭയങ്കര ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ആ ഒരു തണുപ്പ് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ബ്രിം എക്സ്പ്ലോറർ എന്ന് പറയുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും നമ്മൾ ബുക്ക് ചെയ്ത സൈറ്റും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് നമ്മളെ അറിയിക്കാൻ മറക്കണ്ട.